കൊട്ടാരക്കര മാവടി LP സ്കൂളിലെ കുരുന്നുകൾക്കൊരാഗ്രഹം. അരിക്കൊമ്പനെ കാണണം. അനിയന്മാരുടെ ആഗ്രഹമല്ലേ, സാധിച്ചു തരാമെന്ന് ചേട്ടന്മാരും. മണലും പഴയ ചാക്കും സിമൻറ്റും എല്ലാം സംഘടിപ്പിച്ച് അവർ അരിക്കൊമ്പനെ സ്കൂൾ മുറ്റത്തെത്തിക്കാൻ ശ്രമങ്ങൾ തുടങ്ങി. പിന്തുണയും സഹായവുമായി PTA-യും അധ്യാപകരും എല്ലാം ഒരുമിച്ചപ്പോൾ 3 ആഴ്ച കൊണ്ട് അരിക്കൊമ്പൻ സ്കൂൾ മുറ്റത്തെത്തി. ഇനി അനിയന്മാർക്ക് പേടിയില്ലാതെ അരിക്കൊമ്പനെ എന്നും കാണാം, കൊമ്പിൽ പിടിക്കാം, പുറത്തു കയറാം. സ്ട്രെച്ചർ അടിച്ച് കൂട്ടിയിട്ട് ഇതിനുമേൽ സിമെൻറ്റും പാറപ്പൊടി കുഴച്ച് തെറ്റിയൊക്കെയാണ്. ഞങ്ങൾ നേരത്തെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പണിഞ്ഞപ്പോൾ PT പ്രസിഡന്റ് വന്ന് പറഞ്ഞു, സ്കൂളിൽ പറഞ്ഞു പണി കൊടുക്കണം, അതുകൊണ്ട് ഒന്ന് പണി കൊടുക്കണം. 3 ആഴ്ച മണ്ണും സിമെൻറ്റ് പാറപ്പൊടി പെയിൻറ്റ് ഗോലി. മാവടി LP സ്കൂളിലെ 9 പേരടങ്ങുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘമാണ് 3 ആഴ്ച കൊണ്ട് അരിക്കൊമ്പനെ സ്കൂൾ മുറ്റത്ത് സൃഷ്ടിച്ചത്. അരിക്കൊമ്പൻ്റെ രൂപസാദൃശ്യമില്ലെങ്കിലും കുട്ടികൾക്ക് ആനന്ദിക്കാനും ആനയ്ക്കൊപ്പം കളിക്കാനും ഇത് തന്നെ ധാരാളം. അംബേദ്കർ ഗ്രാമത്തിലെ മാവടി വാർഡിന്റെ ഭാഗമായ അംബേദ്കർ ഗ്രാമത്തിലെ കുട്ടികൾ അവിടെ കുറച്ച് രൂപങ്ങളൊക്കെ പണിഞ്ഞു ഈ വെക്കേഷൻ സമയത്ത്. അപ്പോൾ അന്ന് തൊട്ട് നമുക്ക് വലിയ ആഗ്രഹമായിരുന്നു നമ്മുടെ വിദ്യാലയത്തിലും ഇത്തരത്തില് കുറച്ച് രൂപങ്ങൾ, അത് ആനയും ഈ മാനും ഒക്കെ വേണമെന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ കുട്ടികളോട് നമ്മൾ ആവശ്യപ്പെട്ടത്. ഇവരെല്ലാം നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് ഇതിന്റെ പണി പൂർത്തിയാക്കിയത്. ഏകദേശം 2-3 ആഴ്ചയോളം എടുത്തു. അപ്പോൾ അവിടെ അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മുടെ വിദ്യാലയത്തിൽ നിന്നാണ് ചെയ്തത്. അവിടുത്തെ അധ്യാപകരുടെ കയ്യിൽ നിന്നും PTA-യുടെ ഭാഗത്തു നിന്നും പൈസകളൊക്കെ നാട്ടുകാരിൽ നിന്നൊക്കെ ശേഖരിച്ചാണ് ഇതിന്റെ എല്ലാ മൊത്തം ചെലവുകളും എല്ലാം വഹിച്ചത്. അവര് വളരെ മനോഹരമായ രീതിയിലാണ് പണി പൂർത്തിയാക്കിയത്. നമ്മൾ വിചാരിച്ചതിലും അപ്പുറത്ത് മനോഹരമായി തന്നെ അവർ ഈ പണികൾ പൂർത്തിയാക്കി. അവരുടെ ആശയമായിരുന്നു, നമ്മൾ ഒന്നും അവരോട് പറഞ്ഞില്ല, അവരുടെ ഇതിൽ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ രൂപത്തിലേക്ക് മാറ്റിയത്. വളരെ സന്തോഷമുണ്ട്. കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ ഇവിടെ ഒന്നാമത് സ്ഥലം കുറവുള്ള ഒരു വിദ്യാലയം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലൊരു സൗകര്യങ്ങൾ ഈ വിദ്യാലയ വളപ്പിൽ തന്നെ ചെയ്യാൻ ആണ് PTA-യുടെ നേതൃത്വത്തിൽ നമ്മൾ തീരുമാനിച്ചത്. ഇത്രയും മനോഹരമാക്കി തന്ന കുട്ടികൾക്ക് പ്രത്യേകമായി നമ്മൾ അഭിനന്ദിക്കുന്നു. ഇനി ഒരു സമർപ്പണം അത് പഞ്ചായത്തോട് ആലോചിച്ചിട്ട് ഇതിനെ നാടിന് സമർപ്പിക്കാനുള്ള ഒരു ഡേറ്റ് പിന്നീട് തീരുമാനിക്കുന്നതാണ്.